എന്റെ അമ്മേ. ഈശോ റെഡിയല്ലേ? എന്ന് ഇറങ്ങാം. അപ്പൊ തോപ്പം വേണ്ടേ? തോപ്പം വേണോ? വാ വാ വാ. നിങ്ങൾ വന്നോ? കൊറേ നേരമായി അകത്ത് കയറി വാതിലടച്ചിട്ട്. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഒന്ന് കൊണ്ടുപോയി പെണ്ണ് കാണിക്കേ. ജുബ്ബ ചുളുങ്ങാതെ സൂക്ഷിച്ച്. തോപ്പ അലമ്പുണ്ടാക്കരുത്. ഇനി എന്നെ കൊണ്ട് മേല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരിയാടാ ചോപ്പ. ഇതും കൂടെ നടന്നില്ലെങ്കിൽ അമ്മച്ചി ഞങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല. നടന്നാലും കയറ്റത്തില്ല. വെൽക്കം വെൽക്കം. അല്ല, സെക്യൂരിറ്റിക്കാരന്റെ യൂണിഫോം തന്നെ സെക്യൂരിറ്റി അല്ല, പെണ്ണിന്റെ അപ്പനാ. എന്തായാലും തോറ്റു തൊപ്പിയിട്ടാളാ. ഞാൻ ക്യാപ്റ്റൻ കുഞ്ചപ്പൻ കോശി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ജോപ്പനും ക്യാപ്റ്റനാ. ക്യാപ്റ്റൻ? ഞങ്ങളുടെ കബഡി ടീമിന്റെ. വെരി ഗുഡ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള കുട്ടികളെ ഞങ്ങൾ പട്ടാളക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്കും സ്പിരിറ്റ് വലിയ ഇഷ്ടാ. ലേശം വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ. ബൈ ദ ബൈ, നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ജോസ് പ്രകാശനോ? പൊന്നു ജോപ്പ പ്ലീസ്. രാജ്യസ്നേഹം അതൊന്നും മാത്രമാണ് എന്നെ പട്ടാളക്കാരനാക്കിയത്. യുദ്ധങ്ങൾ എന്നും എനിക്കൊരു ഹരമായിരുന്നു. പാറ്റൻ ടാങ്കുകളും മിസൈലുകളും എനിക്ക് കളിക്കോപ്പുകളായി. അപ്പൊ ഒന്നും ഒറിജിനൽ അല്ലല്ലേ? ക്യാപ്റ്റൻ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ക്യാപ്റ്റനാകുമ്പോ ഇഷ്ടം പോലെ കോട്ട കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ഇഷ്ടം പോലെ. അപ്പൊ ഇത് മൊത്തം പുറത്തു കൊടുക്കുവോ അതോ? ഒരു പട്ടിക്കും കൊടുക്കില്ല. മൊത്തം ഞാൻ തന്നെ കുടിച്ചു തീർക്കും. കൊതിയനാട്ടാ. എനി ഒബ്ജക്ഷൻ? ഇത് ചതിയായി പോയി. ജോപ്പ, നമുക്ക് ഈ കല്യാണം വേണ്ട കേട്ടോ. മുഴുവൻ അയാൾ എന്നെ കൂടി ചേർക്കുന്നു. തോപ്പാ. അറിയാതെ കയറി ചിയേഴ്സ് പറഞ്ഞു കളഞ്ഞേക്കല്ലേ. വിസ്കി അല്ല, കട്ടൻ ചായ. അതെന്താ ക്യാപ്റ്റൻ സാറേ, ഇത് പാല് കിട്ടിയില്ലേ? ഓ, പാല് കിട്ടാഞ്ഞിട്ടൊന്നും അല്ലടൂ. ജോപ്പൻ 2 എണ്ണം അടിക്കുന്ന കൂട്ടത്തിലാന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. വെറുതെ പിരിയണ്ടാന്ന് കരുതി. ഓ, എന്നാ മനപ്പൊരുത്തുവാ. ഇവളുടെ മമ്മ അങ്ങ് ജർമ്മനിയിൽ നഴ്സായിരുന്നു. സ്വാഭാവികമായും ഇവളും നഴ്സായി. ഇടയ്ക്ക് ലീവ് കിട്ടുന്ന ഗ്യാപ്പിൽ ഞാനും അങ്ങ് പോകും. ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് അവള് പോയപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. ഓ, അപ്പൊ പെണ്ണിന്റെ മോള് ചൊടിപ്പോയതാണല്ലേ? മരിച്ചു പോയതാ പോത്താ. ഓ, മർഡർ. ജോപ്പനോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്. കുട്ടിയോ? ഹാ, കുർണോ. ദേ മോനെ, മോന്റെ ഡാഡി. ദേ, ഇന്നു മുതൽ ഇവനാണ് നമ്മുടെ കുട്ടി. ജോപ്പൻ ഇവനെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കണം. ഈ പട്ടിയാണോ കുട്ടി? അച്ഛൻ അവൾക്കൊരു കുട്ടിയുണ്ടെന്ന്. അത് മനുഷ്യക്കുട്ടിയല്ല, പട്ടിക്കുട്ടി. അവളുടെ പട്ടിയെ ഞാൻ എന്റെ സ്വന്തം കുട്ടിയായിട്ട് കാണണമെന്ന്. എന്റെ പട്ടിയാണ് അവളുടെ പട്ടിയെ എന്റെ കുട്ടിയായിട്ട്. എന്നെക്കാളും വലിയ വെള്ളൂ. ലിവിങ് ടുഗദർ വേറെ. ചേട്ടാ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ മാമോദിസ മുക്കിയ കുട്ടിയല്ലേ അവള്? അച്ഛനോട് മാമോദിസ മുക്കിയത് ആനാമള്ളത്തിലാണോ ബ്രാൻഡിയിലാണോ? ഈ സൈസ് വേറെ ഉണ്ടോ ഇനി? അവിടെ ഇവിടെ ആയിട്ട് 1-2 എണ്ണം കൂടെ. എന്നാലും അപ്പം വരാൻ വൈകിയ അമ്മച്ചിക്ക് എന്നോ ആദ്യാന്നറിയോ? അപ്പം വരുന്നവരെ കൊന്തയെത്തിച്ചോണ്ട് അരപ്രൈസ് മേൽ അങ്ങനെ ഇരിക്കും. അപ്പം വന്ന് കഞ്ഞി വിളമ്പി കൊടുത്തേച്ചേ അമ്മച്ചി ഉറങ്ങത്തുള്ളൂ. അത് കണ്ട് വളർന്നവനാ ഞാൻ. കെട്ടിയവനെയും പിള്ളേരെ നോക്കാത്ത ഒരു ന്യൂ ജനറേഷൻ ആയിട്ട് ഇത്രയും എനിക്ക് വേണ്ട. നമ്മൾ ഇച്ചിരി ഓൾഡ് ആച്ചോ. അല്ലെ, ഇതൊക്കെ പെണ്ണ് കെട്ടാതെ അച്ഛനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. വെറുതെ സമയം കളയൊന്നല്ലാതെ. ഞാൻ പോയേക്കുവാ. എടാ, എന്നാ അല്ലടാ, നമുക്ക് വേറെ ഒരു പെണ്ണിനെ ഒന്ന്. വേറെ ഒരു പെണ്ണ് എന്റെ പെരുവില്ലേന്ന്? അച്ഛാ, എനിക്ക് എന്റെ കൺട്രോൾ പോയി നിൽക്കുവാ. വേറെ പെണ്ണ്. ഹലോ, ഹലോ, ഓയ് ചേട്ടാ, എന്നെ ഒന്ന് താഴത്തോട്ട് കൊണ്ടാക്കുവോ? ഇതിവിടെ കയറി പോവാ. ചേട്ടാ, കൊറേ നേരമായി കാത്തു നിൽക്കുവാ. എന്നാ മഴയാ. ഈ മഴ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. ഒന്ന് എന്നെ ഇവിടെ താഴെ വരെ കൊണ്ടായി തരുമോ പ്ലീസ്? നല്ല മഴ അല്ലേ? എനിക്ക് മഴ വലിയ ഇഷ്ടമാ. മഴ നനഞ്ഞു വന്നാ പറയാ. ആഗ്രഹമില്ലായിട്ടല്ല, പള്ളിയായി പോയില്ലേ. ചേട്ടൻ എന്നായി ചുറ്റും നോക്കുന്നേ? അല്ല, ഇവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു. അത് അവിടെ തന്നെ ഉണ്ടോ അതോ ഈ കുടയിൽ വന്ന് വലിഞ്ഞു കയറി ഒന്ന് നോക്കിയതാ? അതൊന്നും അല്ല. ഇതാരെങ്കിലും കണ്ട് ചേട്ടന്റെ ഭാര്യയുടെ അടുത്ത് പോയി പറയുന്നു പേടിച്ചിട്ടല്ലേ?
അതിന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, സിംഗിളാ. അയ്യോ അതെന്നെ പറ്റി? ഒന്നും ഒത്തു കിട്ടിയില്ലേ? അതോ വല്ല പ്രേമനൈരാശ്യം ആണോ? ഈ മഴയത്ത് നീ എന്നെ പെണ്ണ് കിട്ടിക്കാൻ ഇറങ്ങിയതാണ്. നല്ല ഫിറ്റ് ആണല്ലേ? ആ ഫിറ്റായപ്പോ ജിമ്മിൽ നിന്ന് വന്നേ ഉള്ളൂ, അതാ ഫിറ്റ്. പിന്നെ ജിമ്മിലൊക്കെ ഇപ്പൊ മദ്യല്ലേ കൊടുക്കുന്നത്. ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിന്റെ വായടച്ച് വെക്കണം. നിന്റെ വായടച്ച് വെക്കണമെന്ന് കേട്ടോടി. വായടി. ചേട്ടാ, ചേട്ടൻ ഈ പള്ളിയിലെ കൈക്കാരനാണോ? അല്ല, കപ്പ്യാരാ. ഞാനിവിടം വരെ ഉള്ളൂ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും വഴി തറക്കി വിടണം, ദുഷ്ടൻ. നിന്നോട് അറിവ് നിന്റെ വണ്ടിയെ കയറാൻ. എന്തായാലും ഇത്രയായില്ലേ ചേട്ടാ, ഇനി എന്നെ ഓട്ടോ സ്റ്റാൻഡ് വരെ കൂടെ ഒന്നാക്കിയേക്കും. എന്നെ കൊണ്ടേ പോകുള്ളൂ. നേരം കളയാതെ വണ്ടി എടുക്ക ചേട്ടാ. ചേട്ടന്റെ പേരെന്നാ? അറിഞ്ഞിട്ടിപ്പോ എന്നാത്തിനാ? കല്യാണം ആലോചിക്കാൻ വേണ്ടി അല്ല പിന്നെ. ചേട്ടാ, ഞാനൊന്ന് ചുമ്മാ ചോദിച്ചതാ, ഒന്ന് അറിയാൻ വേണ്ടി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ആ, പഠിക്കണ സമയത്ത് അസംബ്ലിക്ക് നിന്നുകൊണ്ട് ആകെ ഒരു ഗുണം കിട്ടുന്നത് ഇവിടെ. സ്കൂളിൽ പഠിക്കണ പിള്ളേർ മുമ്പിൽ, ഇവിടെ നന്നായിട്ട് കുടിക്കണവർ മുമ്പിൽ. എന്നാ ഒന്ന് വണ്ടിയിലോട്ട് കയറി. ഓ പിന്നെ നാളെ 1-ാം തീയതി 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇവിടം വരെ എത്തിയത്. ഒരു അത്യാവശ്യം എഴുതണ വട വിളിച്ചഴിക്കും. എന്തോന്ന് അത്യാവശ്യം? ഇതിലും വലിയ അത്യാവശ്യം ഉണ്ടാ? അതൊക്കെ വന്നിട്ട് പറയാം. നീങ്ങ് വാ. ആഹാ, 1 മിനിറ്റ്, ഇപ്പൊ വരാവേ. മഴ മഴ കുട കുട മഴ വന്ന തൊപ്പിക്കുട. ചേട്ടാ, മുമ്പോട്ട് പോകുമ്പോ ഈ കൊച്ചിനെ കൂടെ മുമ്പോട്ടാക്കിയേക്കണേ. മോനെ, അങ്കിള് പറയുന്ന പോലെ തന്നെ കേൾക്കണോട്ടാ. കുട്ട എന്നാ കാര്യം എന്നാ? അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ. 1 മിനിറ്റ് വായി നാക്കി കിടക്കത്തില്ലെന്നേ. ഭയങ്കര വായാടിയാ. ആ വായാടിയെ ജോപ്പനങ്ങ് പിടിച്ചു എന്നാ തോന്നുന്നേ. ഒന്ന് പോകുന്നു മോളെ. കൊച്ചു പെണ്ണാന്നേ. ചെറുപ്രായത്തിൽ ഞാനൊരു കല്യാണം കഴിച്ചിരുന്നേ, അതുപോലെ ഒരു മോളുണ്ടായിരുന്നു. എന്റെ തോപ്പ, പ്രേമത്തിന് പ്രായവും കാലവും ഒന്നുമില്ല. ആർക്ക് എപ്പോ വേണമെങ്കിലും ആരെയും പ്രേമിക്കാം. ആ അത് ശരിയാ. അല്ല പിന്നെ അവള് കറക്റ്റ് തോപ്പന്റെ കൂടെ തന്നെ ഒന്ന് കയറുമോ? ഈ നിമിത്തം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ. ഒന്ന് പോടാവേ അവിടുന്ന്. നിമിത്തം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. വൈകുന്നേരം ലോഡ് പോകാനുള്ള വേഗം പണി നിൽക്ക്. ചാക്ക് ചാടിക്കയറി തല ഇരിക്കത്തില്ല. ശരിക്കും നിമിത്തമൊക്കെ ഉള്ളതാണ്. ആ പാപിച്ചായോ, ഈ നിമിത്തത്തിലേക്ക് വിശ്വാസം ഉണ്ടോ? നിമിത്തം നിമിത്തം പിന്നെ ഉണ്ടോന്നു. നമ്മുടെ സുധാകരന്റെ മോള് നിനക്കറിയാവുന്നേ, കൗളിൽ കറുത്ത മറുകുള്ള സുന്ദരി കൊച്ച്. ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയതാ. സ്കൂട്ടർ എടുത്ത് പുറത്തോട്ടിറങ്ങിയതും ഒരു ടിപ്പർ പാഞ്ഞു വന്ന് ദേഹത്തൂടെ കയറി ഇറങ്ങി ഇങ്ങ് പോയി. ഇതാണ് ഈ നിമിത്തം നിമിത്തം എന്ന് പറയുന്നത്. ഞാൻ ഈ കൊല്ലം കൊണ്ട് വെച്ചു വരാം. അവന്മാരെന്തി വിഷോടിക്കാൻ പോയി. വിഷമടിക്കാനോ? ആ, ഏലത്തിനെ തോട്ടത്തില്. എങ്ങോട്ടാ? ഷാപ്പോ ബാറോ ക്ലബോ അതോ വാറ്റോ? കാലത്ത് തന്നെ തുടങ്ങണോ? അവന്മാരോട് വന്നിട്ട് പോരെ. ഇന്നെന്നാ പതിവ് പരിപാടിയിലൊരു മാറ്റം? വേറൊന്നുമില്ല, വയറ് നല്ല സുഖമില്ല. അസുഖം വയറിനോ അതോ മനസ്സിനോ? ഇന്നലെ മുതൽ ഞാൻ കാണുന്നുണ്ട് ഒരു ഇളക്കം. ഒരു കട്ടിൽ കൊണ്ടുപോകാൻ 4 പേര് വേണോടാ. ആ 2 പേരെ കൂടി വിളിച്ചാ അവര് വന്നില്ല. കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോളാം. പാപിച്ചായ, ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരോട് അങ്ങോട്ട് ചെല്ലാൻ പറ. അവിടെ ആരും ഇല്ലാതെ നിൽക്കും. കുറച്ചുപേരും ഇങ്ങോട്ട് വന്നേ. ബാബാ, ചേട്ടന്റെ കഴിഞ്ഞായിരുന്നു. എന്നാ പോയട്ടെ. ഡോക്ടറെ, ഈ അമ്മച്ചി ഒന്ന് നോക്കിക്കേ. വിട്ടുമാറാത്ത ചുമയാ. ചുമയെന്ന് പറഞ്ഞാൽ അയൽവക്കത്തുകാർക്ക് കിടന്നുറങ്ങാനേ ഒക്കത്തില്ല. DTS എഫക്റ്റാ. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്.